ലോക പോലീസ് ചമയുന്ന അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണതോതിൽ ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. അതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള തീരുവരഹിത വ്യാപാരം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ തീരുവയില്ലാത്ത വ്യാപാരം സാധ്യമാക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാർ അടുത്ത വർഷത്തോടെ ഒപ്പുവയ്ക്കുമെന്നാണ് കരുതുന്നത്. 3 മാസത്തിനകം ഒപ്പുവയ്ക്കുന്ന കരാർ 7-8 മാസങ്ങൾക്കകം നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ന്യൂസിലാൻഡ് 100% തീരുവ ഇളവ് നൽകും. അതേസമയം ന്യൂസിലാൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 70% ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഇന്ത്യയും ഒഴിവാക്കും. 2025 മാർച്ചിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരംഭിച്ച ചർച്ചകൾ 9 മാസത്തെ റെക്കോർഡ് കാലയളവിനുള്ളിലാണ് പൂർത്തിയായത്. UK, ഒമാൻ എന്നിവയ്ക്ക് പിന്നാലെ ഈ വർഷത്തെ ഇന്ത്യയുടെ 3ാമത്തെ വ്യാപാര കരാറാണിത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. വിലയേറിയ ലോഹങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ചില കാർഷിക ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായും ഉപയോഗിക്കുന്നു ന്യൂസിലാൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. തടി, വന ഉൽപ്പന്നങ്ങൾ, കമ്പിളി, ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾ, പരിപ്പ്, മറ്റ് കാർഷിക അധിഷ്ഠിത വസ്തുക്കൾ എന്നിവ ന്യൂസിലാൻഡിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ലക്ഷ്യം കൂടിയാണ് ന്യൂസിലാൻഡ്. സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആഗോളതലത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനുമായി ഇന്ത്യ വ്യാപാര പങ്കാളികൾ ക്രമാനുഗതമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. ഈ മാസം ഒമാനുമായി ഏറ്റവും പുതിയത് ഒപ്പുവെച്ചതിനു ശേഷമാണ് ഇന്ത്യയും ന്യൂസിലാൻഡും സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളിലെ ചരിത്രപരമായ നാഴികക്കല്ലാണ് ഈ കരാർ. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും രാജ്യത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ സമഗ്ര വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന കരാർ എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. കരാറിൽ അടുത്ത വർഷം ആദ്യമോ മധ്യത്തിലോ ഔപചാരികമായി ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ന്യൂസിലാൻഡിന്റെ പാർലമെന്റ് അംഗീകരിച്ചാൽ 7 മാസത്തിനുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സ്വതന്ത്ര വ്യാപാര കരാറുകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഏകദേശം 9 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയായി. കരാർ വഴി ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകളോടെ ന്യൂസിലാൻഡിന് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും. മറുവശത്ത് ഇന്ത്യൻ കയറ്റുമതിക്ക് ന്യൂസിലാൻഡിലേക്ക് സമ്പൂർണ്ണ തീരുവരഹിത പ്രവേശനം കരാർ ഉറപ്പാക്കും. ആയുഷ്, യോഗ ഇൻസ്ട്രക്ടർമാർ, ഇന്ത്യൻ ഷെഫുകൾ, സംഗീത അധ്യാപകർ തുടങ്ങിയ മേഖലകളിലും IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ സേവനങ്ങളിലും ഭാവിയിലെ സഹകരണത്തിനുള്ള സാധ്യതകൾക്കൊപ്പം വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് അവസരങ്ങളും കരാർ തുറന്നിടുന്നു. വ്യാപാരത്തിനൊപ്പം കരാർ ഇൻഡോ പസഫിക്കിന്റെ തന്ത്രപരമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാർ വഴി ന്യൂസിലാൻഡിലേക്കുള്ള 100% ഇന്ത്യൻ കയറ്റുമതിക്കും തീരുവ ഒഴിവാക്കപ്പെടും. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, സെറാമിക്സ്, ഓട്ടോമൊബൈലുകൾ, ഘടകങ്ങൾ തുടങ്ങിയ ഇനങ്ങളുടെ 10% വരെ ഉണ്ടായിരുന്ന മുൻ താരിഫുകൾ ഒഴിവാക്കും. ന്യൂസിലാൻഡിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന 70% ഉൽപ്പന്നങ്ങളുടെയും താരിഫ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഇളവുകൾ നൽകുകയോ ചെയ്യും. ഇത് ന്യൂസിലാൻഡിന്റെ ഇന്ത്യയിലേക്കുള്ള നിലവിലെ കയറ്റുമതിയുടെ ഏകദേശം 95% വരും. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുമ്പോഴാണ് ന്യൂസിലാൻഡുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യ എത്തുന്നത്. ഇതിനു മുൻപ് UK, ഒമാൻ എന്നിവരോടും ഇന്ത്യ കരാറിലെത്തിയിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയമായും കരാർ ഇന്ത്യക്ക് നേട്ടമാണ്. ആഭ്യന്തര കർഷകരുടെ ആശങ്കകൾ പരിഗണിച്ച് തന്നെയാണ് കരാറിലേക്ക് എത്തുന്നതെന്നുമാണ് മറ്റൊരു വസ്തുത. പാലുൽപ്പന്നങ്ങൾ, ആട്ടിറച്ചി ഒഴികെയുള്ള മൃഗ ഉൽപ്പന്നങ്ങൾ, ചില പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസിലാൻഡിന്റെ ആഗോള കയറ്റുമതിയുടെ ഏകദേശം 1/3 പാലുൽപ്പന്നങ്ങൾ എന്നതിനാൽ ഇത് ചെറിയ ഇളവല്ല. സമാന വ്യവസ്ഥയുടെ അഭാവമാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും പങ്കാളികളായിരുന്ന റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക്സ് പാർട്ട്ണർഷിപ്പിൽ നിന്നും 2019 ഇന്ത്യ പുറത്തുപോകാൻ ഒരു പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.